ഇനി നമുക്ക് ഒരു 3 ചേരുവ കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി കിണ്ണത്തപ്പം തയ്യാറാക്കാം. അപ്പോൾ റാഗിയൊക്കെ നല്ലോണം കഴുകിയാണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരിക. അരച്ചെടുത്ത മിക്സി ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ മിക്സിൻ്റെ ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് അങ്ങനെ അതും ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് തേങ്ങാപ്പാൽ അതും ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ശർക്കര അതും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു അരിപ്പെടുത്തുകൊണ്ട് നമുക്ക് ആ മാവൊന്ന് അരച്ചെടുക്കുക. 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുക കേട്ടോ, അതിൻ്റെ ഉമ്മിയൊക്കെ പോകാൻ വേണ്ടിങ്ങാണ്ട്. പിന്നെ ഈ പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചെടുത്തുകൊണ്ട് നല്ലോണം നമുക്ക് കുറുക്കിയെടുക്കുക. അങ്ങനെ കൈയെടുക്കാതെ ഇളക്കി ഇങ്ങനെ കുറുക്കിയെടുക്കണം. ഇതിനായിട്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ കണ്ട നല്ലോണം നമ്മൾ കുറുകി വന്നിക്കണ്. നമുക്ക് പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ സെറ്റ് ചെയ്യാൻ വെച്ച പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക. പാത്രത്തിൻ്റെ അടിയിൽ അതേമാതിരി നെയ്യ് തടവുക. നട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതേപോലെ ഞാൻ കുറച്ച് നട്സും അതേപോലെ വൈറ്റ് എള്ളും ചേർത്ത് കൊടുക്കണം കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ പാത്രത്തിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കിണ്ണത്തപ്പം റെഡിയാവും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മളെ ചാനലുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. താങ്ക്